ഹലോ, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് സാരി കളക്ഷൻ വീഡിയോ കേട്ടോ. എനിക്കൊരു മൂന്നാലഞ്ച് സാരിയാണ് ഉള്ളൂ. പിന്നെ ഞാൻ അധികം സാരി ഉടുക്കാറില്ല, പക്ഷെ എനിക്ക് സാരി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ നമുക്ക് കാണത്തില്ലേ സാരിയൊക്കെ സെയിൽ ചെയ്യുന്ന വീഡിയോ, അതൊക്കെ ഞാൻ കുറേ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി കാണുമ്പോൾ മേടിക്കണം മേടിക്കണം എന്ന് തോന്നും. പക്ഷെ ഉടുക്കാനാണെങ്കിൽ നമ്മുടെ ഉടുത്തിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ എൻ്റെ കൈ വെറുതെ ഇരിക്കില്ല. അവിടെ ശരിയാക്കുന്നു, ഇവിടെ ശരിയാക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, ഭയങ്കര പരിപാടികളാണ് എനിക്ക്. അപ്പം ഞാൻ അങ്ങനെ സാരി ഉടുക്കാറില്ല. പിന്നെ കൊച്ചും കൂടെ ഉള്ളത് കൊണ്ട് സാരി ഉടുത്താൽ ശരിയാവത്തില്ല. കഴിഞ്ഞൊരു വട്ടം ഒരു പരിപാടിക്ക് ഞാൻ സാരി ഉടുത്തിട്ട് ലാസ്റ്റ് ഇവൻ ചവിട്ടി 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 സാരി എൻ്റെ പറഞ്ഞു പോയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ സാരി ഉടുക്കൽ എനിക്കൊരു ടാസ്ക്കാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ സാരി ഉടുത്തിങ്ങനെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സാരി ഉടുക്കാനും ഇഷ്ടമാണ്, സാരി കാണാനും ഇഷ്ടമാണ്, ഒക്കെ ഭയങ്കര എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അധികം നമ്മൾ വാചകം അടിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഫസ്റ്റ് സാരി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കേട്ടോ. ഈ സാരി ഇതെൻ്റെ എന്നാ പറയണ്ടേ ഒത്തുകല്യാണത്തിന് മേടിച്ച സാരി കേട്ടോ. ഈ സാരി എനിക്ക് എനിക്കുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സാരിയാണ് ഈ സാരി കേട്ടോ. ഇതിൻ്റെ ഈ കളറും ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും എനിക്ക് അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച സാരിയാണ് ഇത്. ഇതിൻ്റെ ഈ നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ബോർഡറൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ബ്ലൂവും ഈ റാണി പിങ്കും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം മുന്താണി മുന്താണി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ മുന്താണി വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച സാരിയാണിത്. എന്നാ പറയണ്ടേ, ഇതിനെക്കുറിച്ച് വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ഇത്. ഞാൻ ഇടയ്ക്ക് ചുമ്മാ ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കും. ഈ സാരിയൊക്കെ ഈ സാരി മെയിനായിട്ട് ഈ സാരി ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ എടുത്തിങ്ങനെ നോക്കും. എനിക്ക് ഭയങ്കര ഒരു ആശ്വാസവും ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ, ഈ സാരി കാണുമ്പോൾ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാട്ടോ ഈ സാരി. എൻ്റെ ഒത്തുകല്യാണത്തിൻ്റെ സാരിയാണിത്. ഇത് ഞാൻ പള്ളിയിൽ ഒത്തുകല്യാണത്തിന് നമ്മൾ പള്ളിയിൽ കൊടുക്കത്തില്ലേ, ആ ഒരു സാരിയാണ് ഇത് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി വരുന്നത്. നല്ല അടിപൊളി ഒരു റാണി പിങ്ക് കളറാണ്. നല്ല എന്നാ വരുന്നത്, നല്ലൊരു രസമാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ ആ ബോർഡർ വരുന്നത് ഈ ക്യാമറയിൽ അങ്ങനെ ശരിക്കും മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ റാണി പിങ്കും ആ ഒരു നല്ലൊരു ബ്ലൂ കളറാണ്. ആ കളറ് കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വരുന്നത്. ബോർഡറിൽ നല്ല വട്ടത്തിലുള്ള ഒരു എന്താ പറയണ്ട, അതിൻ്റെ ബുട്ടാന്നങ്ങാണ്ടെന്നൊന്ന് പറയുന്നത്, അങ്ങനെ ഒരു സംഭവമാണ് ആ ബോർഡറിൽ വരുന്നത് കേട്ടോ. പിന്നെ ആ സാരി ഫുള്ളും ചെറിയ ബുട്ട വർക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ മുന്താണി, എനിക്ക് ഈ സാരി അത്രയ്ക്കും എന്താ പറയണ്ടേ, നമുക്ക് പ്രിയപ്പെട്ട ഒരു സാരിയാണ് എനിക്കിത്. പിന്നെ എന്നാ ഇത് എൻ്റെ ഒത്തുകല്യാണത്തിന് മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ. ബ്ലൗസും വരുന്നത് ഈ ഒരു റാണി പിങ്ക് കളറാണ് ബ്ലൗസ്. ഒരു പ്രത്യേക ഇതാട്ടോ. അത് ഈ ക്യാമറയ്ക്കകത്ത് അത് മനസ്സിലാകത്തില്ല, പക്ഷെ അത് നേരിട്ട് നമ്മൾ കാണുമ്പോഴേ അതിൻ്റെ ഒരു എന്നാ പറയണ്ട ഒരു ഫീല് അത് ശരിക്കും നമുക്ക് മനസ്സിലാകത്തില്ല. ആ ഒരു കളറിൻ്റെ ഒരിത് ഈ ക്യാമറയിൽ കാണുന്ന പോലെയൊന്നും അല്ല ശരിക്കും ഇരിക്കുന്നത്. നല്ലൊരു കളറാട്ടോ. ഈ ബ്ലൗസ് വരുന്നത് ഫ്രണ്ട് ഓപ്പണാണ് ഞാൻ തയ്ച്ചത് കേട്ടോ. കല്യാണ സമയത്ത് തയ്ച്ച സാരി ബ്ലൗസാണ്. ഇതെനിക്ക് ഇപ്പം എവിടെയും കയറത്തില്ല, ഇതൊക്കെ കയറത്തില്ല കേട്ടോ. ബ്ലൗസ് ഭയങ്കര ചെറുതാണ്. ഞാനിപ്പോൾ നല്ലോണം തടി വെച്ചല്ലോ. പണ്ട് ഞാൻ ഈ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് എന്നോട് ആ ചേച്ചി പറയുമായിരുന്നു, നിനക്ക് എങ്ങനെ ഞാൻ ബ്ലൗസ് തയ്ക്കുമെന്ന്. അപ്പം ആ ചേച്ചീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ പുള്ളിക്കാരി എൻ്റെ മേക്കപ്പ് ചെയ്തിരുന്ന ആ ചേച്ചി നമ്മളെ ഇത് കഴിഞ്ഞിട്ട് ഈ സാരി ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സ് ഇടുമല്ലോ. അപ്പോൾ ആ ചേച്ചി പറയുമായിരുന്നു, എനിക്ക് ഈ സാരി എനിക്ക് ഊരാൻ തോന്നുന്നില്ല, അത്രയ്ക്കും നല്ല രസമുണ്ട് ഈ സാരി ഉടുത്തിട്ട് നിനക്ക് എന്നൊക്കെ ആ ചേച്ചി പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു സാരി തന്നെയാണ് ഇത്. ഈ ബ്ലൗസ് എനിക്ക് കയറത്തില്ല, പക്ഷേ ഇനിയൊരു കല്യാണം വരുന്നുണ്ട്, അതിന് എനിക്ക് ഈ സാരി ഉടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ബ്ലൗസ് നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ വലുതാക്കാൻ പറ്റുമോയെന്ന് നോക്കണം. ഇതെന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് എൻ്റെ കല്യാണത്തിന് നമ്മൾ പള്ളിയിൽ ഉടുക്കത്തില്ലേ, ആ സാരിയാണ് കേട്ടോ. ഇതൊരു നെറ്റ് ടൈപ്പ് സാരിയാണ്, ഒരു ക്രീം ആ ഒരു കളർ സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഈ ഒരു ഇതുപോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ കുത്തുന്ന സ്ഥലത്ത് മാത്രം
ഇതുപോലെ വർക്കില്ല, നെറ്റ് മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫുൾ ഇതുപോലെ വർക്കാണ്. ഇതിന് ഫുൾ ഒരു പേളിൻ്റെ പോലത്തെ ഉണ്ടോ ഒരു വർക്കുണ്ട്, മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ആ ഒരു ഫ്ലവർ പോലെ തന്നെ അതിനകത്തെല്ലാം ഫുൾ ഇങ്ങനെ പേളിൻ്റെ വർക്കുണ്ട്. ബ്ലൗസിലും അതേപോലെ വർക്കുണ്ട്. ഈ ബ്ലൗസും എനിക്ക് കയറത്തില്ല. ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ തടി വെച്ചത് കേട്ടോ. പണ്ട് ഭയങ്കര എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്കായിരുന്നു എൻ്റെ ഒരു തടി. അപ്പോൾ ആണെങ്കിൽ ഇത് ഫുള്ള് ഒരു നെറ്റ് ടൈപ്പ് സാരി കേട്ടോ. ഇതിനെനിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് ഒരു അബദ്ധം പറ്റിയത്, ഇതിൻ്റെ നമ്മൾ അണ്ടർ സ്കേർട്ട് മേടിച്ചത് അങ്ങോട്ട് ശരിയായില്ല. അതാണെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് ഒരു സൈഡിൽ വന്നിരുന്നു കേട്ടോ. പക്ഷേ ആണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നെറ്റിൻ്റെ സാരിയും കൂടി ആയതുകൊണ്ട് അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഫോട്ടോയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്നേരമൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പം ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ, കല്യാണത്തിന് പള്ളിയിലെടുത്തത്. അടുത്തെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മന്ത്രകോടിയാണ് കേട്ടോ. എൻ്റെ മന്ത്രകോടിയാണിത്. റെഡ് കളർ മന്ത്രകോടിയാണ്. അതായിരുന്നു അന്നേരത്തെ ട്രെൻഡിങ്. അന്നേരത്തെ ഒരു കളർ. ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് മാറി മാറി വരുമല്ലോ. പിന്നെ എനിക്കും റെഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് റെഡിഷ് മെറൂണാണ് എൻ്റെ ഫേവറേറ്റ് കളറ്. അപ്പം ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ മന്ത്രകോടി, റെഡ് കളറാണ്. ഇതിൻ്റെ ബ്ലൗസും എനിക്ക് കയറത്തില്ല. എങ്ങനെയാണ് അത് കുറച്ച് നമുക്ക് വലുതാക്കാൻ പറ്റുമെങ്കിലും, പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തടി വെച്ചു. അപ്പോൾ ഞാൻ വേറൊരു ബ്ലൗസ് ഇതിന് വേണ്ടിയിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് അത്യാവശ്യം വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മന്ത്രകോടീൻ്റെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബ്രൊക്കേഡ് ടൈപ്പാണ് കേട്ടോ സാരി ഫുള്ള്. കണ്ടോ, ഇതിൻ്റെ ബ്ലൗസിനൊക്കെ വർക്ക് ചെയ്ത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാം, കയറത്തില്ലല്ലോ. അപ്പോൾ ഈ ബ്ലൗസ് അല്ല കേട്ടോ, ഞാൻ വേറൊരു ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇവനുണ്ടാകുമ്പോൾ 7ാം മാസത്തിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഒക്കെ മന്ത്രകോടി ഉടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് തടി വെച്ചത് കൊണ്ട് വേറൊരു ബ്ലൗസ് തയ്ച്ചു കേട്ടോ, ഇത് കയറത്തില്ലാത്തതുകൊണ്ട്. എന്നാലും ഇത് ഇടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കി ആത്മസംതൃപ്തി അടയും. ഈ സാരി എന്ന് പറയുന്നത് ഇത് വലിയ പൈസയുള്ള സാരി ഒന്നുമല്ല, ചെറിയ പൈസയുടെ ഒരു സാരി കേട്ടോ. ഇത് ഞാൻ അമ്മയ്ക്ക് ഒരു വട്ടം സാരി മേടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് അതിൻ്റെ ഈ ഒരു കളറിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതെന്ന് പറയുന്ന ഒരു എന്താ പിങ്കിഷ് പീച്ച് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു കളറാണ്. പിങ്കും പീച്ചും കൂടെ ചേർന്നൊരു കളറ്. നല്ല രസമുണ്ട് കേട്ടോ ഈ കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കളറ് കണ്ടിട്ടാണ് ഞാൻ ഈ സാരി എടുത്തത്. പിന്നെ നല്ല ഒതുങ്ങി കിടക്കുന്ന സാരി കേട്ടോ. എൻ്റെ ഈ കയ്യിലുള്ള എല്ലാ സാരിയും ആ ഒരു ടൈപ്പ് സാരിയാണ്. ഇങ്ങനെ പറന്ന് നിൽക്കുന്ന പോലത്തെ സാരിയല്ല, നല്ല ഒതുങ്ങി ഉടുത്തെടുത്ത് കിടക്കുന്ന പോലെ തന്നെ ഒരു സാരിയാണ്. അങ്ങനത്തെ സാരിയാണ് എനിക്കിഷ്ടം കേട്ടോ. അമ്മയ്ക്കും അങ്ങനത്തെ സാരിയാണ് ഇഷ്ടം. അപ്പം ഇത് വലിയ പൈസേൻ്റെ സാരിയൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ഒരു കളറും ഒരു ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇത് ഞാൻ സിമ്പിളായിട്ട് ബ്ലൗസ് തയ്ച്ചു കേട്ടോ. ഇതും എനിക്ക് വലുതാക്കാൻ ഈ ബ്ലൗസ് ഞാനിതാകെ ഒരു വട്ടം കണ്ടേ ഈ സാരി ഉടുത്തിട്ടുള്ളൂ. പിന്നെ അമ്മയാണ് ഉടുക്കാറ്. ഇപ്പം ഞാനങ്ങനെ സാരി ഒന്നും ഉടുക്കുന്നില്ല. ഇത് ചുമ്മാ ഇങ്ങനെ മടക്കി അതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ സാരി കുറച്ച് കാലം കഴിയുമ്പം മോശമായി പോകും. അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ സാരി ഉടുക്കാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് സെയിം ബ്ലൗസുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ സാരി കേട്ടോ. ഇത് പിന്നെ തേക്കാത്തതുകൊണ്ട് ഇപ്പോൾ അയൺ ചെയ്താൽ ഇതൊരു രസം ഉണ്ടാവുള്ളൂ. ഇതിപ്പം അയൺ ചെയ്യാത്തതുകൊണ്ട് എന്തോ ഒരു രസമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഇതൊരു ആഷ് കളറ് സാരി കേട്ടോ. ഇതിൻ്റെ മുന്താണിയിലാണ് ഇങ്ങനെയൊരു ജസ്റ്റ് ഒരു വർക്ക് പോലെ വരുന്നുള്ളൂ. പക്ഷേ ബാക്കി സ്ഥലത്തൊന്നും ഫുൾ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നല്ല നല്ല അടിപൊളിയായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരി കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കളറും ഈ ക്യാമറയിൽ വരുന്നില്ല. ഒരു തിളങ്ങുന്ന പോലത്തെ നമ്മുടെ സിൽക്ക് സാരിക്കൊരു തിളക്കം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈപ്പാണ് ഈ സാരിയും കേട്ടോ. അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഈ ക്യാമറയ്ക്കകത്ത് നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ ബ്ലൗസും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ കൈയിൻ്റെ അറ്റത്തൊരു ബോർഡർ പോലെ ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ വർക്കൊക്കെ അവർ ചെയ്തതാണ് കേട്ടോ. നമ്മൾ തയ്ക്കാൻ കൊടുത്ത ചേച്ചിമാർ ജസ്റ്റ് സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്തതാണ്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാരി. ഇതിനകത്ത് എല്ലാ സാരിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എൻ്റെ ഫേവറേറ്റ് സാരി ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ബ്ലൂ കളറാണ് കേട്ടോ.
അപ്പം അതാണ് നമ്മുടെ സാരികൾ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ സാരികളും വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.